ജീവിതത്തിൽ രോഗങ്ങൾ വിട്ടൊഴിയുന്നില്ലേ? ഗുരുവായൂരപ്പന്റെ ഈ നാമങ്ങളിലൊന്ന് നിത്യവും ജപിക്കൂ. രോഗദുരിതങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ ഗുരുവായൂരപ്പനെ ധന്വന്തരി ഭാവത്തിൽ ഭജിക്കാവുന്നതാണ്. ഈ മന്ത്രം കൂടി ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശ ഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ഭഗവതേ നമ. ആയുരാരോഗ്യ സൗഖ്യത്തിന് നാരായണീയ ശ്ലോകം നിത്യവും പാരായണം ചെയ്യാവുന്നതാണ്. നാരായണീയം മുഴുവനും ജപിക്കാൻ സാധിക്കാത്തവർക്ക് ദശകം 8 ശ്ലോകം 13 നിത്യവും ജപിക്കാവുന്നതാണ്. അതിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപേ ത്വമിത്തമുത്താപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിയും നിരുന്തി വാതാലയ വാസവിഷ്ണു. അല്ലയോ പരമാത്മാവേ, ഗുരുവായൂരപ്പ, വിഷ്ണു, ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മങ്ങൾക്കായി ഉണർത്തിയ അനന്തമായ മഹത്വങ്ങളുള്ള അങ്ങ് എന്റെ രോഗങ്ങളെ മുഴുവൻ ശമിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥന. നിത്യവും രാവിലെ ജപിക്കാവുന്നതാണ്. സകല രോഗദുരിതങ്ങളും മാറാൻ യാതൊരു ചിട്ടയും കൂടാതെ നിത്യേന ജപിക്കാവുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ശാരീരികമോ മാനസികമോ ഭൗതികമോ ആയ ഏതു പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ കഴിവുള്ള ഭഗവാന്റെ ഒറ്റമൂലി എന്ന് തന്നെ പറയാം. മഹാവിഷ്ണു ഭഗവാന്റെ 3 നാമങ്ങൾ ചേർന്ന നാമത്രയ അസ്ത്രമന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ദിവസേനയുള്ള നാമജപത്തിൽ രാവിലെയും സന്ധ്യയ്ക്കും ജപിക്കാവുന്നതാണ്. ദിവസവും 11 തവണ ജപിക്കുക. മന്ത്രം ഇതാണ്: ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ.